റസൂലാണ്, അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചിരിക്കുക. അള്ളാഹുവാണ് ഇലാഹ്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. നിങ്ങൾക്ക് മുന്നിൽ വലിയ ഒരു ജീവിതം ആഖിറം വരാനുണ്ട്, അവിടുത്തെ ജീവിതമാണ് യാഥാർത്ഥ്യം എന്നെല്ലാം പറഞ്ഞ് തങ്ങൾ അവരെ തൗഹീദിലേക്കും റിസാലത്തിലേക്കും ആഖിറത്തിലേക്കും എല്ലാം ദഅവത്ത് ചെയ്തു, പരസ്യമായി ദഅവത്ത് ചെയ്തു. ഈ സമയത്ത് തങ്ങളുടെ കൊച്ചാപ്പയെ തങ്ങളുടെ കുടുംബക്കാരനായ അബൂലഹബും ആ സംഘത്തിലുണ്ട്. ഇത് കേട്ട ഉടനെ അബൂലഹബ് പരസ്യമായി തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദ ജമഅതന. നഊദു ബില്ലാഹ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി കുടുംബക്കാർക്കിടയിൽ വെച്ച് പരസ്യമായി അബൂലഹബ് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദ ജമഅതന. ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് നാശം. നഊദു ബില്ലാഹ്. അലിഹാദ ജമഅതന, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഒരു മറുപടിയും പറഞ്ഞില്ല. കാരണം പരസ്യമായി കുടുംബക്കാർക്കിടയിൽ വെച്ച് തങ്ങളെ മുഖത്ത് നോക്കി വളരെ കടുത്ത ഭാഷയിലാണ് അബൂലഹബ് പ്രതികരിച്ചത്. പക്ഷെ തങ്ങൾ ഇതൊന്നും ഒന്നും പ്രതികരിച്ചില്ല, തിരിച്ചൊന്നും പറഞ്ഞില്ല. അതിനുശേഷം പിന്നെ തങ്ങൾ ദഅവത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴെല്ലാം എപ്പോഴും തങ്ങളുടെ പുറകിൽ അബൂലഹബ് എല്ലാ സമയത്തും തങ്ങൾ ഉപദ്രവിച്ചു ഞങ്ങൾ പുറകിൽ ഉണ്ടാകുമായിരുന്നു. നാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, സഹാബി പറയുന്നു, ഞാൻ എൻ്റെ വാപ്പയുടെ കൂടെ ഒരിക്കൽ കമ്പോളത്തിൽ മാർക്കറ്റിൽ വന്നപ്പോൾ ഒരാൾ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് അവരോട് പറയുന്നു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിൻ, നിങ്ങൾ വിജയിക്കും എന്ന് ജനങ്ങളോട് പറയുന്നു. അപ്പോൾ ആ മനുഷ്യന്റെ പുറകിൽ നടന്ന ഒരു മനുഷ്യൻ, ഇന്നഹു സാബിബുൻ ഖാദിബുൻ എന്നെല്ലാം പുറകിൽ നിന്ന് പറയും, ഇത് മതം മാറിയ ആളാണ്, ഇത് കളവ് പറയുന്ന ആളാണ് എന്നെല്ലാം പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മുഖമല്ല നല്ല ഭംഗിയുള്ള വ്യക്തിയാണ് എന്ന് അദ്ദേഹം സഹാബി പറയുകയാണ്. അപ്പൊ ഞാൻ വാപ്പയോട് ചോദിച്ചത് ആരാണ്? പറഞ്ഞു അത് അബൂലഹബാണ്. മറ്റത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് കലിമ പറയുകയും തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്യുകയും പുറകെ നടന്ന് തങ്ങൾ കളവ് പറയുന്ന ആളാണ്, മതം മാറിയ ആളാണെന്ന് പറഞ്ഞ് തങ്ങളെ ആക്ഷേപിക്കുന്നത് അത് അബൂലഹബാണെന്ന് എൻ്റെ വാപ്പ എന്നോട് പറയുകയും ചെയ്തു. അതിനെ പലപ്പോഴും തങ്ങൾ ഉപദ്രവിക്കുകയും മറ്റുള്ളവരോട് താങ്കൾ ഉപദ്രവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പല റിവായത്തിൽ വരുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ജനങ്ങളോട് ദഅവത്ത് ചെയ്യുമ്പോൾ ജനങ്ങൾ തങ്ങളുടെ തലയിൽ മണ്ണ് വാരിയിടുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ സൈനബ് റളിയല്ലാഹു തആല അൻഹ, തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ വന്ന് ഹബീബായ തങ്ങളുടെ വാപ്പയുടെ അവസ്ഥ കണ്ടപ്പോൾ വെള്ളം കൊണ്ടുവരികയും തങ്ങളുടെ തലയിലുള്ള മണ്ണ് തട്ടിക്കളഞ്ഞ് തങ്ങളുടെ തലയെല്ലാം കഴുകി കൊടുക്കുകയും ചെയ്തു എന്ന് എല്ലാം ഹദീസിൽ വരുന്നുണ്ട്. അതുപോലെ തങ്ങൾ മിനയിൽ ഹജ്ജിന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ജനങ്ങൾ ഹജ്ജിന് വേണ്ടി മിനയിൽ വരും എന്ന് മിനയിൽ താമസിക്കുന്ന സമയത്ത് അപ്പോഴും തങ്ങൾ മിനയിൽ പോയി ജനങ്ങളുടെ ഓരോ ഗോത്രക്കാരെയും ഓരോ ടെന്റിലും കയറി അവരെ അള്ളാഹുവിലേക്ക് തൗഹീദിലേക്കെല്ലാം ദഅവത്ത് ചെയ്യുമ്പോൾ തങ്ങൾ ഒരു ടെന്റിൽ നിന്ന് ദഅവത്ത് ചെയ്ത് ഇറങ്ങുമ്പോൾ വീണ്ടും അവിടെ അബൂലഹബ് കയറും. എന്നിട്ട് പറയും, ഇതെന്റെ കുടുംബക്കാരനാണ്, എന്റെ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്, അവന് സിഹർ ബാധിച്ചതാണ്, അവന് മതം മാറിയതാണ്, അവൻ അങ്ങനെ തങ്ങളെ പറ്റിയെല്ലാം ഓരോ ടെന്റുകളിലും കയറി തങ്ങൾ ദഅവത്ത് ചെയ്ത് കഴിയുമ്പോൾ തങ്ങൾ പുറകിൽ നടന്ന് തങ്ങൾക്കെതിരെ പറയുന്ന ശീലമായിരുന്നു അബൂലഹബിന് ഉണ്ടായിരുന്നു. അല്ലാഹു തആല അബൂലഹബ് ശക്തമായി നബി തങ്ങളോട് മോശമായി തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദ ജമഅതന എന്ന് തങ്ങളോട് വളരെ കടുത്ത ഭാഷയിൽ സംസാരിച്ചപ്പോൾ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല ആയത്തിറക്കി. അതേ നാണയത്തിൽ എങ്ങനെയാണോ നബി തങ്ങളെ പറ്റി പറഞ്ഞത്, ഏത് വാക്കാണോ പറഞ്ഞത് അതേ വാക്കുകൊണ്ട് തന്നെ അല്ലാഹു തആല പ്രതികരിച്ചു. തബ്ബത് യദാ അബീ ലഹബ് വതബ്. 2 പ്രാവശ്യം അല്ലാഹു തആല ആയത്തിൽ തന്നെ അത് തുടങ്ങിയത് തന്നെ വിശുദ്ധമായ ഖുർആനിൽ ഇങ്ങനെ ഒരു പ്രയോഗം തന്നെ കാണാൻ സാധിക്കില്ല. വളരെ കടുത്ത ഭാഷയിൽ അല്ലാഹു തആല തുടങ്ങിയത് തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ 2 കരങ്ങളും നശിക്കട്ടെ. കാരണം അല്ലാഹു തആലക്ക് അള്ളാഹുവിനെ ഏറ്റവും രോഷാകുലനാക്കുന്ന കാര്യമാണ് നബിതങ്ങളെ കുറിച്ച് മോശത്തരങ്ങൾ പറയുക എന്നത്. വിശുദ്ധ ഖുർആനിലും പല സ്ഥലങ്ങളിലും അതേ രീതിയിൽ അല്ലാഹു തആല ശക്തമായി പ്രതികരിച്ചത് കാണാം. സൂറത്തു നൂൻ അല്ലാഹു തആല നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു തആല നബിതങ്ങളെ പറ്റി മോശമായി പറഞ്ഞ ആളെ കുറിച്ച് തുടക്കത്തിലെ 15 ആയത്തുകൾ അല്ലാഹു തആല ആ മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ടാണ്. ബഅദ ദാലിക സനീൻ, അവിടെയെല്ലാം അല്ലാഹു തആല ഉപയോഗിച്ച വാക്ക് വളരെ കടുത്ത വാക്കാണ്. മന്നാഇൻ ലിൽ ഖൈർ മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീൻ, വ്യഭിചാരി ആണ്, വ്യഭിചാരിയുടെ മകനാണ് എന്നെല്ലാം പറഞ്ഞ് വളരെ ശക്തമായി മോശമായ നിലയിൽ അല്ലാഹു തആല ആ മനുഷ്യനെ കുറിച്ച് ആക്ഷേപിക്കേണ്ടത്. കാരണം അദ്ദേഹം നബിതങ്ങളെ കുറിച്ച് മോശത്തരങ്ങൾ പറഞ്ഞു.
പിന്നെ നബിതങ്ങളെ കുറിച്ച് മോശമായ കാര്യം അള്ളാഹു തആല വളരെ ശക്തമായി പ്രതികരിച്ചു. മാത്രമല്ല ഈ സൂറത്ത് തുടങ്ങിയിരിക്കുന്നത് ഒരു ബദ്വ കൊണ്ടാണ്, ഒരു ശാപ പ്രാർത്ഥന കൊണ്ടാണ്. അത് ഒരിക്കലും ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു താല അവൻ നബിതങ്ങളെ അത്രയും ഉപദ്രവിച്ചതിന്റെ പേരിൽ അള്ളാഹു താല ആ ശക്തമായ നിലയിൽ അള്ളാഹു താല പ്രതികരിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതങ്ങളിലും അങ്ങനെ ശാപ പ്രാർത്ഥനകൾ കാണാൻ സാധിക്കില്ല. ചില സന്ദർഭങ്ങളിൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വലിയ ഉപദ്രവമായപ്പോൾ വഹി മുഖേന വ്യക്തമായി ഈ മനുഷ്യൻ കുഫറിലായി തന്നെ അവസാനിക്കുമെന്ന് വ്യക്തമാകിയ വ്യക്തികളെ കുറിച്ച് മാത്രമേ നിബിധങ്ങൾ ബദ്വ ചെയ്തിട്ടുള്ളൂ. ചില സഹാബാക്കളെ 70 ചില സഹാബാക്കളെ വഞ്ചിച്ച് കൊണ്ടുപോവുകയും അവരെ വഴിയിൽ വെച്ച് കൊല ചെയ്യുകയും അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അവർക്കെതിരെ നിബിധങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില ശത്രുക്കൾക്ക് വേണ്ടി നിബിധങ്ങൾ പേരെടുത്ത് ദുആ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വഹി മുഖേന വ്യക്തമായ ആളുകൾ, അല്ലാതെ നിബിധങ്ങൾ അധികം നിബിധങ്ങൾ ദുആ അല്ലാഹുമ്മ ഹ്ദി ഖൗമി വഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവിന്റെ സമൂഹത്തിന് ഹിദായത്ത് കൊടുക്കണേ, അവർ അറിവില്ലാത്തവരാണ്. അല്ലാഹുമ്മ ഹ്ദി ദൗസിൻ, അല്ലാഹു ദൗസ് ഗോത്രത്തിന് ഹിദായത്ത് കൊടുക്കണേ, അവർ അറിവില്ലാത്തവരാണ്. ഇങ്ങനെ പലപ്പോഴും നിബിധങ്ങൾ ദുആ ചെയ്ത് അവരെ ഹിദായത്തിന് വേണ്ടിയാണ്, അവരെ ശപിച്ചുകൊണ്ട് നാശത്തിന് വേണ്ടി നിബിധങ്ങൾ വ്യക്തമായ നിലയിൽ ആരാണ് ഇന്ന ആളുടെ അന്ത്യം മോശമായിരിക്കും, കുഫറിലായിരിക്കുമെന്ന് വ്യക്തമായ ശേഷം നിബിധങ്ങളൊക്കെ ബദ്വ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, പൊതുജനങ്ങൾക്ക് ഒരിക്കലും ഒരാളുടെയും പേരെടുത്ത് ബദ്വ ചെയ്യരുത്. മറിച്ച് ഒരു സമൂഹം ഇസ്ലാമിന്റെ മുസ്ലിമുകളെ ഉപദ്രവിച്ചാൽ ആ സമൂഹത്തിനെതിരിൽ ദുആ ചെയ്യാം, ആ സമൂഹത്തെ ആമായി പൊതുവായി പറഞ്ഞുകൊണ്ട്. പിന്നെ തബ്ബത്ത് യദാ, ഇവിടെ അല്ലാഹു തആല രണ്ട് കരങ്ങളും നശിക്കട്ടെ എന്ന് യദാ എന്ന് ഉദ്ദേശിച്ചത് സത്യത്തിൽ അവിടെ അവന്റെ മുഴുവൻ സമ്പാദ്യമാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറബിയിൽ അത് ഏതുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്, അവന്റെ സമ്പാദ്യം നശിക്കട്ടെ, അല്ലെങ്കിൽ അവന്റെ നഫ്സ് നശിക്കട്ടെ. കാരണം ഖുർആൻ പല സ്ഥലത്തും ബിമാ ഖദ്ദമത് യദാക്, ബിമാ ഖദ്ദമ യദാക്, നിന്റെ കൈകൾ മുന്തിച്ചത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്റെ നഫ്സ് ചെയ്ത തിന്മകൾ കാരണമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അവന്റെ സമ്പാദ്യമാണ്, അല്ലെങ്കിൽ അവന്റെ നഫ്സാണ്. അബി ലഹബ്, അബൂ ലഹബ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവന്റെ പേര് അബൂ ലഹബ് എന്നല്ല, മറിച്ച് അബ്ദുൽ ഉസ്സ ബിൻ അബ്ദുൽ മുത്തലിബ് എന്നാണ്. അബൂ ലഹബ് എന്ന് പറയാനുള്ള കാരണം വലീഉൽ വജ്ഹ്, അവന്റെ മുഖത്തിന്റെ പ്രകാശവും ഭംഗിയും കാരണമായിട്ട്. കാരണം അബൂ ലഹബിന്റെ മുഖം വളരെ ഭംഗിയുള്ള പ്രകാശിക്കുന്ന, ലഹബ് എന്ന് പറഞ്ഞാൽ തീജ്വാല എന്നാണ് അർത്ഥം ലഹബ്. അബൂ ലഹബ് നല്ല പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമ എന്നാണ് അബൂ ലഹബിനെ ജനങ്ങൾ കുഞ്ഞത്തുകൊണ്ട് വിളിച്ചിരുന്നത്. സത്യത്തിൽ അവന്റെ പേര് അബ്ദുൽ ഉസ്സ ബിൻ അബ്ദുൽ മുത്തലിബ് എന്നാണ്. അതേ നാണയത്തിൽ തന്നെ അബൂ ലഹബ് എന്ന് പ്രകാശത്തിന്റെ ഉടമ എന്ന് തീജ്വാല, അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള മുഖത്തിന്റെ ഉടമ എന്ന് പറഞ്ഞ അതേ അബൂ ലഹബിനെ ശിക്ഷയെ പറ്റി അള്ളാഹു തആല സൂറത്തിൽ പറഞ്ഞപ്പോൾ അതേ നിലയത്തിന് അത് പ്രതികരിച്ചു. ലഹബ്, അബൂ ലഹബിന് ശിക്ഷ എന്താകുന്നു? ലഹബ്. ലഹബ് എന്ന് പറഞ്ഞാൽ തീജ്വാലയാണ്. അപ്പൊ ലഹബ്, ആളിക്കത്തുന്ന തീയിലാണ് അബൂ ലഹബിനെ ഇടുന്നത്. ആ പേരിനോട് ചേർത്ത് തന്നെ അള്ളാഹു തആല സൂറത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല അല്ലാഹു തആല ഈ നിലയിൽ കടുത്ത ഭാഷയിൽ അള്ളാഹു തആല ഈ സൂറത്ത് ഇറക്കാനുള്ള ഒരു കാരണം, മുസ്ലിമീങ്ങൾക്ക് നിബിധങ്ങളെ ചീത്ത പറഞ്ഞപ്പോൾ വലിയ വിഷമവും ദുഃഖവും ഉണ്ടായി. എന്നാൽ തിരിച്ച് പ്രതികരിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല അന്ന്. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, ശത്രുക്കൾ മുശ്രിക്കുകൾ ശക്തരായിരുന്നു, വലിയ കുടുംബക്കാരായിരുന്നു, വലിയ സമ്പത്തും സൗകര്യമുള്ളവരായിരുന്നു. മുസ്ലിമീങ്ങൾ ആ സമയത്ത് ന്യൂനപക്ഷമായിരുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു നിബിധങ്ങൾ ചീത്ത പറഞ്ഞപ്പോൾ തിരിച്ച് പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ അല്ലാഹു തആല മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകിക്കൊണ്ട് അള്ളാഹു തന്നെ ആ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറക്കുകയുണ്ട്. അടുത്ത ആയത്ത് തബ്ബത് യദാ അബി ലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന, അവന് ഉപകാരപ്പെട്ടില്ല മാലുഹു, അവന്റെ സമ്പത്ത് അവന് ഉപകാരപ്പെട്ടില്ല. കാരണം അബൂ ലഹബിന് അല്ലാഹു തആല ധാരാളം സമ്പത്തും ധാരാളം സന്താനങ്ങളും നൽകിയിരുന്നു. ഖുറൈശുകളിൽ ധാരാളം സമ്പത്തുള്ള വ്യക്തിയായിരുന്നു, ധാരാളം സന്താനങ്ങളുമുള്ള വ്യക്തിയായിരുന്നു. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തും അവന് പ്രയോജനപ്പെട്ടില്ല. വമാ കസബ്, അവന്റെ സമ്പാദ്യവും പ്രയോജനപ്പെട്ടില്ല. ഇവിടെ കസബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അവന്റെ സന്താനങ്ങളാണ്. ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനുഷ്യന്റെ സമ്പാദ്യത്തിൽ പെട്ടതാണ് സന്താനം എന്നുള്ളത് നബി തങ്ങൾ ഹദീസിൽ എഴുതുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങാനുള്ള മറ്റൊരു കാരണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, ഒരിക്കൽ അബൂ ലഹബ് പറഞ്ഞു, എന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ നരകത്തിൽ പോകുമെന്ന് എന്റെ സഹോദരന്റെ മകൻ പറയുന്നു. എന്നാൽ ഞാൻ നരകത്തിൽ മരണശേഷം നരകത്തിൽ പോകുമെങ്കിൽ എനിക്ക് ധാരാളം
സമ്പത്തും സന്താനങ്ങളുമുണ്ട്. ഞാൻ അവകളെ, എന്റെ സമ്പത്തിനെയും എന്റെ സന്താനങ്ങളെയും പ്രായശ്ചിത്തം നൽകി ഞാൻ നാളെ നരകത്തിൽ രക്ഷപ്പെടുന്നതാണ്, ഞാൻ ഒരിക്കൽ നരകത്തിൽ പോവുകയില്ല എന്ന് പറഞ്ഞ് നബി തങ്ങളെ ആക്ഷേപിക്കുന്നു. എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, എനിക്ക് ധാരാളം സന്താനങ്ങളുണ്ട്, ഞാൻ നരകത്തിലാണ് പോകുന്നതെങ്കിൽ എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ അത് ചെലവഴിച്ച് ഞാൻ അത് രക്ഷപ്പെടുന്നതാണെന്ന് പറഞ്ഞ് അബൂലഹബ് ആക്ഷേപിക്കുമായിരുന്നു. അള്ളാഹു താല അതിന് മറുപടി ആയിട്ടാണ് പറഞ്ഞത്, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവന്റെ അധികരിച്ച സമ്പത്തോ അവന്റെ സന്താനങ്ങളോ അവന് നാളെ പ്രയോജനം ചെയ്യുകയില്ല എന്ന് അള്ളാഹു താല വാക്കിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു പാഠം, പ്രധാനപ്പെട്ട ഗുണപാഠം, സമ്പത്ത് എന്നുള്ളത് ഇത് മനുഷ്യന് അഹങ്കരിക്കാനുള്ള വസ്തുവല്ല, ഇത് അള്ളാഹു നൽകുന്നതാണ്. അത് മനുഷ്യന്റെ കയ്യിൽ നിന്ന് എപ്പോഴും നഷ്ടപ്പെട്ടു പോകാം. അതുമായുള്ള ബന്ധം മനുഷ്യന്റെ ജീവിതകാലത്ത് മാത്രമാണ്. അവിടെ ഹദീസിൽ വരുന്നുണ്ട്, മനുഷ്യന്റെ സമ്പത്തും അവന്റെ കുടുംബവും അവന്റെ അമലും, ഇത് മൂന്നിന്റെയും അവസ്ഥ, മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് വസ്തുക്കൾ അവന്റെ ഖബറിന് വെളിയിൽ നിൽക്കുകയും അമല് മാത്രം അവന്റെ ഖബറിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. മറ്റൊരു റിവായത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്, മനുഷ്യന്റെ സമ്പത്തിന്റെയും അവന്റെ കുടുംബത്തിന്റെയും അവന്റെ ദീനിന്റെയും ഉപമ മൂന്ന് കൂട്ടുകാരെ പോലെ, മൂന്നടുത്ത സ്നേഹിതന്മാർ. ഒരു മനുഷ്യന് മൂന്നടുത്ത സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവന് യാത്ര പോകേണ്ട സമയമായി, ഒരു ദീർഘമായ അപകടം നിറഞ്ഞ ഒരു യാത്ര പോകേണ്ട സമയമായി. ആ മൂന്ന് കൂട്ടുകാരെയും വിളിച്ചു ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു ദീർഘമുള്ള ഒരു അപകടം നിറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെ പേരിൽ നിന്നും നിങ്ങൾ 3 പേരും എൻ്റെ അടുത്ത കൂട്ടുകാരാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് നിങ്ങളിൽ ആരാണ് എൻ്റെ കൂട്ടത്തിൽ വരുന്നത്? ഒന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, നീ എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്, എനിക്ക് നീ വലിയ ഇഷ്ടമാണ്, പക്ഷേ നീ എന്നോട് മാപ്പാക്കണം. ഞാൻ നിന്നെ വാഹനം വരെ വാഹനത്തിന്റെ അടുക്കൽ വരെ വരികയും വാഹനത്തിൽ കയറ്റിയിരുത്തി ഞാൻ മടങ്ങി വരികയും ചെയ്യും. എനിക്കൊരു പ്രയോജനമില്ല. രണ്ടാമത്തെ കൂട്ടുകാരൻ അവൻ പറയും, നീ എന്നെ വലിയ സ്നേഹിച്ച ആളാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്കും നിന്നെ വലിയ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ നിന്റെ യാത്രയിലെ മുഴുവൻ ചിലവ് വഹിച്ചു കൊള്ളാം, പക്ഷെ കൂട്ടത്തിൽ വരാൻ സാധിക്കില്ല. മൂന്നാമത്തെ കൂട്ടുകാരൻ അദ്ദേഹം പറഞ്ഞു, നീ ഭയപ്പെടേണ്ടതില്ല, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, ഇതുവരെ കൂട്ടുകാരനായിരുന്നു, ഇനി നിന്റെ യാത്ര മുഴുവൻ ഞാൻ നിന്റെ കൂട്ടത്തിൽ ഉണ്ടാകും. നീ എവിടെയെല്ലാം പോകുന്നു, നിന്റെ യാത്ര എവിടെ അവസാനിക്കുമോ അവിടെ വരെ ഞാൻ നിന്റെ കൂട്ടത്തിൽ ഉണ്ടാകും. ഈ സമയത്ത് ഈ മനുഷ്യൻ പറയും, നിന്നോടായിരുന്നു നിനക്ക് കൂട്ടുകൂടേണ്ടിയിരുന്നത്, നിനക്ക് ഈ രണ്ടുപേർക്ക് നൽകിയ സ്നേഹവും പരിഗണനയും നിനക്കായിരുന്നു നൽകേണ്ടത്, കാരണം ഒരാവശ്യഘട്ടം വന്നപ്പോൾ നീയാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. ഇതുപോലെയാണ് മനുഷ്യന്റെ സമ്പത്തും അവന്റെ കുടുംബവും അവന്റെ ദീനും. സമ്പത്ത് മനുഷ്യന്റെ മരണശേഷമുള്ള യാത്രയിൽ അവന്റെ യാത്രക്ക് ആവശ്യമായ കഫൻ തുണി ഇതെല്ലാം ഇതിനെ പ്രയോജനം ചെയ്യും. കുടുംബം അവനെ ഖബർ വരെ ആക്കി അവർ മടങ്ങിപ്പോകും. എന്നാൽ ദീൻ, അവന്റെ അമലുകൾ ഖബറിലും അവന്റെ മഹ്ശറയിലും നാളെ സ്വർഗം വരെ എത്തുന്ന സമയത്ത് വരെ അമലുകൾ മുഴുവൻ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സമ്പത്ത് അത് അവന്റെ മരണം വരെയുള്ള വസ്തുവാണ്. അതുകൊണ്ട് മനുഷ്യന്റെ അഹങ്കരിക്കേണ്ടതില്ല, അത് ഏത് സമയം നഷ്ടപ്പെട്ടു പോകും. ഇന്ന് പൊതുവെ നമ്മുടെ എല്ലാം തെറ്റായ ധാരണ, സമ്പത്ത് അത് കൂടുതലുണ്ട് എങ്കിൽ മനുഷ്യന് അത് വലിയ വസ്തുവാണ്, അതുണ്ടെങ്കിൽ അത് മനുഷ്യൻ സമാധാനം ഉണ്ടാകും, സന്തോഷമുണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു തആല നബി തങ്ങൾ പറയുന്നുണ്ട്, അബൂദറെ, ലൈസൽ ഗിന കസറത്തുൽ അറൽ, സമ്പന്നത എന്ന് പറഞ്ഞാൽ അത് കുറെ വസ്തുക്കൾ കൂടുതൽ ഉണ്ടാകുന്നതിന്റെ പേരല്ല. ഇന്നമൽ ഗിന ഗിനൽ ഖൽബ്, യഥാർത്ഥ സമ്പന്നത എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ സമ്പന്നതയാണ്, മനസ്സിന്റെ സന്തോഷമാണ്. യഥാർത്ഥ സമ്പത്ത് മനസ്സമാധാനമാണ്. സമ്പത്തും വസ്തുക്കളും അധികരിക്കൽ അത് സമ്പന്നതയല്ല എന്ന് ഞങ്ങൾ പറയുമായി. അല്ലാഹു തആല സമ്പത്തിനെ പരിചയപ്പെടുത്തി മതാഉൻ ഖലീൽ, അത് താൽക്കാലികമായ ചെറിയ കുറഞ്ഞതായ ദുനിയാവിന്റെ വസ്തുക്കൾ മാത്രമാണ്, അതിന്റെ പ്രയോജനം താൽക്കാലികമാണ്. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ പൊതുവെ മനുഷ്യന്റെ മുഴുവൻ ചിന്തയും സമ്പത്തുള്ളവരെ കാണുമ്പോൾ എനിക്കും അതുപോലെ ഉണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യൻ ആഗ്രഹിക്കും. സത്യത്തിൽ അതുമായുള്ള ബന്ധം താൽക്കാലിക ബന്ധമാണ്, ഏത് അവസ്ഥയിലും അതുമായുള്ള ബന്ധം മുറിഞ്ഞു പോകാം. ലോകം അടുക്കി ഭരിച്ച രാജാവായിരുന്നു അലക്സാണ്ടർ. അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹം വസീത് ചെയ്തു, എന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച വൈദ്യന്മാരാണ്. അതുപോലെ എൻ്റെ 2 കൈകളും കഫൻ തുണിക്കുന്ന വെളിയിലേക്ക് ഇടണം. അതുപോലെ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഖജനാവിലെ സ്വർണ്ണ നാണയങ്ങളെല്ലാം വഴിയിൽ വിതറണം. എന്തിനാണ്? ജനങ്ങൾക്ക് മനസ്സിലാകണം. ഇത്രയും വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും ഇദ്ദേഹത്തിന് ജീവൻ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. അതുപോലെ എൻ്റെ കൈകൾ വെളിയിലേക്ക് ഇടണം, ജനങ്ങൾ കാണണം, ഇത്രയും സമ്പത്തിന്റെയും അധികാരത്തിന്റെ ഉടമയായ മനുഷ്യൻ ദുന്യാവിന്ന് പോകുമ്പോൾ ഒരു കാലി കൈയോടെ പോകുന്നത് ജനങ്ങൾ കാണും. അതുപോലെ എൻ്റെ സ്വർണ്ണ നാണയങ്ങൾ വഴിയിൽ കിടക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകണം, ഈ മനുഷ്യൻ പോകുന്നു, സമ്പത്ത് ഇവിടെ ബാക്കിയാകുന്നു, അതാ മനുഷ്യന് യാതൊരു പ്രയോജനമില്ല, ജനങ്ങൾക്ക് മനസ്സിലാകും.
അപ്പൊ സമ്പത്തിന്റെ അവസ്ഥ ഇതാണ്, അത് താൽക്കാലികമാണ്. അത് അഹങ്കരിക്കാനോ മനുഷ്യനെ അഹങ്കരിക്കാനോ അള്ളാഹുവിനെ മറക്കാനുള്ള വസ്തുവല്ല, താൽക്കാലികമായി അള്ളാഹു നൽകിയിരിക്കുന്ന വസ്തുവാണ്. അതുമായുള്ള ബന്ധം താൽക്കാലികമായ ബന്ധമാണ്, ഏത് സമയത്ത് തീർന്നു പോകും. മറിച്ച് നമുക്ക് ആവശ്യം, സമ്പത്തിനേക്കാൾ ആവശ്യം അതിലുള്ള ബറക്കത്തും ഐശ്വര്യമാണ്. അതുകൊണ്ട് നിമിതങ്ങൾ എപ്പോഴും ദ്വാ ചെയ്യുമ്പോൾ ബറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സുബിയുടെ കുനൂത്തിൽ നമ്മൾ പറയാറുണ്ട്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. അല്ലാഹുവേ നീ നൽകിയതിൽ നീ ബർക്കത്ത് ചെയ്യണമേ. അതുകൊണ്ട് എപ്പോഴും ചോദിക്കേണ്ടത് അധികരിച്ച സമ്പത്തിനെയല്ല, മറിച്ച് ഉള്ള സമ്പത്തിൽ ബർക്കത്തിനാണ് അള്ളാഹുവിനെ ചോദിക്കുന്നത്. അതാണ് മനുഷ്യനെ പ്രയോജനം ചെയ്യുന്നത്. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു തആല പറയാൻ, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിന് അവന് ഉപകാരപ്പെട്ടില്ല, മാലുഹു അവന്റെ സമ്പത്ത്, വമാ കസബ് അവൻ സമ്പാദിച്ച വസ്തുക്കളും അവന്റെ സന്താനങ്ങളും. സയസ്ല നാറൻ ദാത ലഹബ്. സയസ്ല അവൻ അടുത്ത് തന്നെ പ്രവേശിക്കുന്ന, പുറകെ പ്രവേശിക്കുന്ന, നാറൻ നരകത്തിൽ, തീയിൽ പ്രവേശിക്കുക. ഏത് തീയാണ്? ദാത ലഹബ്. ദാത ലഹബ് അബൂലഹബിന്റെ പേരോട് ചേർത്ത് തന്നെ ദാത ലഹബ്, ആളിക്കത്തുന്ന തീയിൽ പുറകെ ഉടൻ തന്നെ അബൂലഹബ് പ്രവേശിക്കുന്നതാണ് എന്ന് പറഞ്ഞ ശേഷം പിന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നത്, വംറഅതുഹു അവന്റെ ഭാര്യയും, ഹമ്മാലത്തുൽ ഹതബ് അവന്റെ ഭാര്യ അവൾ എങ്ങനെയുള്ളവരാണ്? വിറക് ചുമക്കുന്നവളാണ്. അബൂലഹബിന്റെ ഭാര്യയും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതുപോലെ അബൂലഹബ് ഉപദ്രവിച്ചോ, നബിതങ്ങളെ കളിയാക്കിയോ, നബിതങ്ങളുടെ ദഅവത്തിന് തടസ്സം നിന്നോ, ഇതേപോലെ തന്നെ ഭാര്യയും അബൂലഹബിനെ പോലെ നബിതങ്ങൾക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കിയ സ്ത്രീയാണ്. ഉമ്മു ജമീൽ എന്നാണ് അവരുടെ പേര്. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരിയാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരിയാണ് ഈ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ. ഖുറൈശി സ്ത്രീകളുടെ നേതാവായ സ്ത്രീയായിരുന്നു. വലിയ ധിക്കാരവും അഹങ്കാരവും വലിയ ധീരതയുള്ള ഒരു സ്ത്രീയായിരുന്നു ഉമ്മുൽ എന്ന സ്ത്രീ. സല്ലല്ലാഹു അലൈഹി ഉപദ്രവിക്കുമായിരുന്നു, തങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു. ഇവിടെ ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറയാനുള്ള കാരണം, വിറക് ചുമക്കുന്നവൾ എന്ന് അള്ളാഹു തആല ഉപയോഗിച്ചതിന്റെ കാരണം തഫ്സീറിലെ പണ്ഡിതന്മാർ പല കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഉലമാക്കളുടെ അഭിപ്രായം, ഹമ്മാലത്തുൽ ഹതബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൾ നമീമത്ത് പറഞ്ഞ്, നബിതങ്ങളെ കുറിച്ച് നമീമത്ത്, മോശത്തരങ്ങൾ പറഞ്ഞ് നടക്കുന്ന സ്ത്രീയായിരുന്നു. നമീമത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. നബിതങ്ങളെ കുറിച്ച് നബിതങ്ങൾ മോശമായി, നബിതങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു ജനങ്ങൾക്കിടയിൽ നബിതങ്ങൾക്കെതിരെ തിരിച്ചിടാൻ വേണ്ടി അവൾ പരിശ്രമിക്കുമായിരുന്നു. നമീമത്ത് എന്നത് വളരെ ദുഷിച്ച സ്വഭാവമാണ്. ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറിന്റെ അടുത്തുകൂടി തങ്ങൾ കടന്നു പോകുമ്പോൾ തങ്ങൾ പറഞ്ഞു, 2 ഖബറിൽ ശിക്ഷ നടക്കുകയാണ്. തങ്ങൾ അറിയിക്കപ്പെട്ടു, വഹീ മുഖേന അറിയിക്കപ്പെട്ടു, ഈ 2 ഖബറിൽ ശിക്ഷ നടക്കുന്നു. തങ്ങൾ പറഞ്ഞു, ഈ 2 ഖബറിൽ ശിക്ഷ നടക്കുന്നു. അതിന്റെ കാരണം, ഒരു ഖബറിൽ ശിക്ഷ നടക്കാനുള്ള കാരണം, അതിലൊരാള് മൂത്രത്തിൽ നിന്നും അഥവാ അശുദ്ധിയിൽ നിന്നും പൂർണ്ണമായി വൃത്തിയായിരുന്നില്ല, മൂത്രത്തിൽ സൂക്ഷിച്ചിരുന്നില്ല, പൂർണ്ണമായി വൃത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് വിരമിക്കുമായിരുന്നു. രണ്ടാമത്തെ ഖബർ ശിക്ഷ നടക്കുന്നത് ഖബറാളി നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ദീൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിലും വളരെ കടുത്ത തിന്മയായിട്ടാണ് അറിയിക്കുന്നത് നമീമത്ത് പറയുക എന്നത്. മറ്റുള്ളവരെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുക, അത് കേട്ട കാര്യങ്ങളെല്ലാം പറയുക എന്നത്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, 3 തിന്മകൾ അത് മനുഷ്യന്റെ എല്ലാ അമലുകളെയും പൊളിച്ചു കളയുന്നതാണ്. എത്ര വലിയ അമലുകൾ ഉണ്ടെങ്കിലും ആ അമലുകളെ പൊളിച്ചു കളയുന്ന 3 തിന്മകൾ. 1 ഗീബത്താണ്, 2 നമീമത്താണ്, 3 കളവ് പറയില്ല. ലാ യദ്ഖുലുൽ ജന്നത ഹദീസിൽ വരുന്നു, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അനർഹമായി ഒരാൾ രക്തമൊലിപ്പിക്കുന്ന വ്യക്തിയും, വല മശ്ശഇൻ ബിൻ നമീമ നമീമത്ത് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുപോലെ പലിശ കച്ചവടം ചെയ്യുന്ന വ്യക്തിയും, ഈ 3 തിന്മകളുള്ള വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി തങ്ങൾ ഹദീസിൽ വരുന്നുണ്ട്. കാരണം ഈ ഹദീസിൽ 2 വൻ പാപത്തോടാണ് നബി തങ്ങൾ നമീമത്തിനെ ചേർത്തിരിക്കുന്നത്. കൊല ചെയ്യുക, പലിശ കച്ചവടം നടത്തുക, രണ്ടും വലിയ പാവമാണ്. ആ 2 പാപത്തോട് ചേർത്ത് നബി തങ്ങൾ പറഞ്ഞ 3ാമത്തെ പാവമാണ് വല മശ്ശഇൻ ബിൻ നമീമ. ആ മനുഷ്യൻ നമീമത്ത് പറഞ്ഞു നടക്കുന്ന മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അത്താ റഹിമഹുല്ലാഹ് ഈ ഹദീസ് കേട്ട ശേഷം അദ്ദേഹം തന്റെ ഉസ്താദ് ഷുഅബി റഹിമഹുല്ലാഹോട് ചോദിക്കുമായിരുന്നു, മഹാനവറുകളെ, വൻ പാപങ്ങളായ 2 തിന്മകളുമായി ചേർത്തിട്ടാണല്ലോ ഇവിടെ ഈ ഹദീസിൽ നമീമത്തിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 ആ പാപങ്ങൾക്ക് പോകാനുള്ള സാധ്യത ഈ നമീമത്ത് കൊണ്ടുണ്ടായിത്തീരുന്നു. കൊലയിലേക്കും റിബയിലേക്കുമെല്ലാം പോകാൻ ഈ നമീമത്ത് കാരണമാകും, അതുകൊണ്ട് അതാണ് ചേർത്ത് പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് വലിയ തന്റെ ശിഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് കുടുംബക്കാർ കെലിം പറഞ്ഞു കൊടുക്കുന്നു, കെലിം പറയാൻ സാധിക്കുന്നില്ല. അതിന് ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് വന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യൻ പ്രധാനപ്പെട്ട ശിഷ്യനാണ്.
മരണസമയമായി കെലിമ പറയുന്നില്ല. അദ്ദേഹം കെലിമ പറഞ്ഞു കൊടുത്തു, ആ മനുഷ്യൻ കെലിമ പറയുന്നില്ല, മരണപ്പെട്ടു പോയ അവസ്ഥയിൽ തന്നെ. അദ്ദേഹത്തിന് വലിയ വിഷമമായി, തന്റെ ശിഷ്യൻ കെലിമ പറയാതെ മരണപ്പെട്ടു പോയല്ലോ. ഏകദേശം ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ ശിഷ്യൻ അദ്ദേഹം സ്വപ്നം കണ്ടു, നരകത്തിലെ തീയിൽ കിടക്കുന്ന അവസ്ഥ, ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥ. അദ്ദേഹം സ്വപ്നത്തിൽ തന്റെ ശിഷ്യനോട് ചോദിച്ചു, എന്തു പറ്റി, എന്ത് തിന്മയാണ് നിന്നെ ഇത്രയും വലിയ നാശത്തിൽ അകപ്പെടുത്തിയത്? ആ ശിഷ്യൻ പറഞ്ഞു, എന്നിൽ 3 തിന്മകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ നമീമത്ത് പറഞ്ഞ് നടക്കുമായിരുന്നു. 2, ഞാൻ ഗീബത്ത് പറയുമായിരുന്നു. അതുപോലെ ഞാൻ ഹറാമായ ഒരു പ്രാവശ്യം ഒരു രോഗം വന്നപ്പോൾ ഞാൻ ഹറാമായ ഒരു വസ്തു കഴിക്കുകയും ചെയ്തു. അപ്പോൾ നമീമത്ത് അത് വലിയ തിന്മയാണ്, ദീൻ പഠിപ്പിക്കുന്നത് വലിയ തിന്മയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരു നിലക്കും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഹമ്മാലത്തുൽ ഹതബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, നമീമത്ത് പറഞ്ഞ് നടക്കുന്നവളാണ് ഉമ്മു ജമീൽ എന്നാണ്. രണ്ടാമത്തെ മറ്റൊരു തഫ്സീർ, അവിടെ ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറയാനുള്ള കാരണം, ഉമ്മു ജമീലിന്റെ ഒരു ശീലമായിരുന്നു കാട്ടിൽ പോയി ഉപദ്രവമുള്ള മുള്ളും മറ്റുമുള്ള തടികൾ വെട്ടിക്കൊണ്ടുവന്ന് നബിതങ്ങൾ നടക്കുന്ന വഴിയിൽ, നബിതങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ, അല്ലെങ്കിൽ നബിതങ്ങളുടെ വീടിന്റെ മുന്നിലെല്ലാം ഇട്ട് നബിതങ്ങൾ ഉപദ്രവിക്കുമായിരുന്നു. നബിതങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ജനങ്ങളെ ദഅവത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി വിറക് കെട്ട് അഥവാ മുള്ളുള്ള വൃക്ഷത്തിന്റെ കഷ്ണങ്ങളെല്ലാം ചുമന്നുകൊണ്ടുവന്ന് വഴിയിലിട്ട് നബിതങ്ങൾ ഉപദ്രവിക്കുന്നവളായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു താല അതേ നിലയിൽ തന്നെ അള്ളാഹു താല അവളെ പറ്റി പറഞ്ഞത് ഹമ്മാലത്തുൽ ഹതബ്, അവൾ വിറക് ചുമക്കുന്നവളാണെന്ന് പറഞ്ഞത്. മറ്റൊരു തഫ്സീറിൽ ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു തഫ്സീർ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നരകത്തിൽ അവളുടെ ജോലി, നാളെ നരകത്തിൽ അവളുടെ ജോലി, തന്റെ ഭർത്താവായ അബൂലഹബ് കിടക്കുന്ന നരകത്തിൽ തീയിൽ, ആ അബൂലഹബിന്റെ തീ വീണ്ടും ആളിക്കത്താൻ വേണ്ടി വിറകിട്ട് കൊടുക്കുക എന്നതാണ് നാളെ ഉമ്മു ജമീലിന്റെ നരകത്തിലെ ജോലി. അബൂലഹബിന്റെ നരകത്തിന്റെ ഉള്ളിൽ അബൂലഹബിന്റെ തീ ശിക്ഷ വീണ്ടും വർദ്ധിക്കാൻ വേണ്ടി തന്റെ ഭർത്താവായ അബൂലഹബ് കിടക്കുന്ന നരകത്തിലേക്ക് വീണ്ടും ഉമ്മു ജമീലിന്റെ ജോലി എന്നും ചില തഫ്സീറുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അള്ളാഹു താല ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഹമ്മാലത്തുൽ ഹതബ്, അവൾ വിറക് ചുമക്കുന്നവളാണ്. എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു, ഫീ ജീദിഹാ ഹബ്ലു മിൻ മസദ്, അവളുടെ കഴുത്തിൽ ഒരു കയറുണ്ട്, മിൻ മസദ്, നന്നായി പിരിച്ച, പനയുടെ നാരിൽ നന്നായി പിരിച്ച ഒരു കയർ അവളുടെ കഴുത്തിലുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നാളെ നരകത്തിൽ അവളുടെ കഴുത്തിൽ ഇരുമ്പിനാലുള്ള ഒരു വളയം ഉണ്ടാകും, അവളുടെ കഴുത്തിൽ ഇരുമ്പിനാലുള്ള വളയം ഉണ്ടാകുമെന്ന് തഫ്സീൽ കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമാത്രം കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തൊരു സ്ത്രീയാണ് ഉമ്മു ജമീൽ. തങ്ങൾക്ക് കുറച്ച് കാലഘട്ടം വഹി ഇറങ്ങാതായപ്പോൾ അവള് ജനങ്ങൾക്കിടയിൽ പറഞ്ഞു നടക്കാൻ തുടങ്ങി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്ദേശം കൊണ്ടുവന്ന ആ ഷെയ്ത്വാൻ നഊദുബില്ല ഇപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപേക്ഷിച്ചു, വിട്ടുകളഞ്ഞു എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കാൻ തുടങ്ങി. കുറച്ചു നാൾ നബി ഞങ്ങൾക്ക് വഹി ഇറങ്ങാതായപ്പോൾ. പിന്നെ അതിനെ സമാധാനപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു തആല സൂറത്തുൽ ദുഹാ വദ്ദുഹാ വല്ലൈലി ഇദാ സജ എന്നെല്ലാം തുടങ്ങുന്ന ആയത്തിലേക്ക്, ഇല്ല നബിയെ, താങ്കൾ റബ്ബ് വിട്ടിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള നബി ഞങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു തആല ആയത്തിറക്കിയത്. ഫീ ജീദിഹാ ഹബ്ലു മിൻ മസദ്, അവളെ കഴുത്തിൽ ഈന്തപ്പന നാര് നന്നായി പിരിച്ച ഒരു കയറുമുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഈ ആയത്തെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉമ്മു ജമീലിന് വലിയ ദേഷ്യവും വെറുപ്പുമായി. അതിനൊരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹും മത്താഫിൽ, പരിശുദ്ധമായ ഹറമിൽ ഇരിക്കുമ്പോൾ അവൾ വന്നു. അബൂബക്കർ റളിയല്ലാഹു തആല വന്നപ്പോൾ തന്നെ കണ്ട് മനസ്സിലായി, ഇവൾ വലിയ ദേഷ്യം പിടിച്ചാണ് വരുന്നത്, എന്തോ ചെയ്യാൻ വേണ്ടി വരികയാണ്. നബിതങ്ങളും ഉണ്ട് അടുത്ത്. പറഞ്ഞു, നബിയെ, ഉമ്മു ജമീൽ വരുന്നുണ്ട്. തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സമാധാനമായിരിക്കും, പേടിക്കേണ്ടതില്ല, അള്ളാഹു തആല എന്നെ സംരക്ഷിച്ചുകൊള്ളും. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അടുക്കൽ ഉമ്മു ജമീൽ വന്നു. അവൾ ചോദിച്ചു, നിന്റെ കൂട്ടുകാരൻ എവിടെയാണ് അബൂബക്കറെ? നബിതങ്ങളെ കുറിച്ച് ചോദിക്കാൻ. നബിതങ്ങൾ സമീപത്തിന് ഇരിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു തആല ഒരു മലക്കിനെ കൊണ്ട് നബിതങ്ങളുടെയും ഉമ്മു ജമീലിനെ ഇടയിൽ അള്ളാഹു തആല മാറിയിട്ടു. മാ അസാല മലക്കുൻ യസ്തുറുനി, നബിതങ്ങൾ പറഞ്ഞു, ഒരു മലക്ക് എന്നെയും അവളിൽ നിന്ന് മറയിടുകയുണ്ടായി. ഉമ്മു ജമീൽ അടുത്ത് നിൽക്കുന്നുണ്ട്. ഉമ്മു ജമീലിന്റെ ശബ്ദം നബിതങ്ങൾ കേൾക്കുന്നുമുണ്ട്, പക്ഷേ അവൾ കാണാൻ സാധിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു തആലയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, നിന്റെ കൂട്ടുകാരൻ എവിടെയാണ്? എന്നെ പറ്റി ഇങ്ങനെയെല്ലാം പറയുന്നല്ലോ, എന്നെ പറ്റി മോശത്തരങ്ങൾ ചീത്ത പറയുന്നല്ലോ. അബൂബക്കർ പറഞ്ഞു, ഇല്ല, എന്റെ പ്രവാചകൻ, എന്റെ കൂട്ടുകാരൻ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ഒരു മോശത്തരവും പറഞ്ഞിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം, നബിതങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അവളെക്കുറിച്ച് ചീത്ത പറഞ്ഞ അള്ളാഹു ആണ്, അതുകൊണ്ടാണ് അബൂബക്കർ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംസാരിച്ചു. ഉമ്മു ജമീൽ മടങ്ങി പോവുകയും ചെയ്തു. നബിതങ്ങളെ കാണാൻ സാധിച്ചില്ല. അള്ളാഹു തആല നബിതങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം നൽകുകയും ചെയ്തു. അപ്പൊ ഈ സൂറത്തിൽ നമുക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഗുണപാഠം, ഒന്ന്,
അള്ളാഹു തആല വലിയ കഴിവും വലിയ സ്ഥാനവും നൽകിയ, വലിയ സമ്പത്തും കുടുംബവും സന്താനങ്ങളും എല്ലാം നൽകിയ ഒരു മനുഷ്യനായിരുന്നു അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും. വലിയ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബിതങ്ങൾ നുബുവത്തിന് മുമ്പ് നബിതങ്ങൾ 2 പെൺമക്കളെ വിവാഹം കഴിച്ചത് അബൂലഹബിന്റെ 2 ആൺമക്കളാണ്. ഒരു വീട്ടിലേക്ക് ഒരു മോളെ വിവാഹം അയച്ചു. എന്നിട്ട് അതേ വീട്ടിലേക്ക് വീണ്ടും അടുത്ത മകളെ വിവാഹം കഴിച്ച് അയക്കണമെങ്കിൽ ആ കുടുംബം പ്രധാനപ്പെട്ട കുടുംബവും ആ നാട്ടിൽ അംഗീകരിക്കപ്പെടുന്ന കുടുംബവുമാകുമ്പോഴാണല്ലോ നബിതങ്ങൾ തന്റെ 2 മക്കളെ അബൂലഹബിന്റെ മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചുവെങ്കിൽ എത്ര വലിയ നാട്ടിൽ എത്ര വലിയ സ്ഥാനവും മഹത്വമുള്ള വ്യക്തിയായിരുന്നു. അല്ലാഹു തആല വലിയ കുടുംബം നൽകി, അതുപോലെ ധാരാളം സമ്പത്ത് നൽകി, ധാരാളം സലാഹിയത്തും ഭംഗിയെല്ലാം നൽകി. പക്ഷേ അവർ അഹങ്കരിച്ചു. നബിതങ്ങളുടെ അയൽവാസിയായിരുന്നു. നബിതങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. നബിതങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്തതയും വെറുതെ സ്വഭാവമല്ല. പക്ഷേ അഹങ്കാരം കാരണം നബിതങ്ങളുടെ നുബുവത്തിനെയും നബിതങ്ങൾ കൊണ്ടുവന്ന ദീനിനെയും എല്ലാം പരിഹസിക്കുകയും കളിയാക്കുകയും നബിതങ്ങളുടെ വഴിയിൽ ഉപദ്രവിക്കുകയെല്ലാം ചെയ്തു. അപ്പൊ അള്ളാഹു തആല വളരെ നിന്ദ്യമാക്കി. ദുന്യാവിൽ അള്ളാഹു തആല വളരെ നിന്ദ്യമാക്കി അള്ളാഹു ദുന്യാവിനെ യാത്രയാക്കിയിട്ട് ബദർ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില റിവായത്തിൽ ബദറിന് ശേഷം 7 ദിവസം കഴിഞ്ഞപ്പോൾ അബൂലഹബിന് രോഗം ബാധിച്ചു. ശരീരത്തിലെല്ലാം ഇങ്ങനെ പരുക്കൾ വന്ന് പഴുക്കാൻ തുടങ്ങി. രോഗം മൂർജിച്ചു. രോഗം കടുത്ത അവസ്ഥയിലായി. ആ രോഗത്തിന്റെ പ്രത്യേകത ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായിരുന്നു. ഈ രോഗം വന്നു കഴിഞ്ഞാൽ, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ എല്ലാവർക്കും വരും, ആ കുടുംബം തന്നെ നശിക്കും, അതുപോലെ ആ നാട് തന്നെ ഇല്ലാതാകും. അങ്ങനത്തെ രോഗമാണെന്ന് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് അബൂലഹബിനെ ജനങ്ങളെല്ലാം കൂടി, കുടുംബക്കാരെ തന്നെ കൂടി തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഒരു മലഞ്ചെരുവിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ആരുമില്ലാതെ, ധാരാളം സമ്പത്തും സന്താനവുമുള്ള അബൂലഹബ് ആരുമില്ലാതെ കുറെ നാൾ രോഗിയായി ഒറ്റപ്പെട്ട് കിടന്നു. പിന്നെ അവസ്ഥയിൽ തന്നെ അബൂലഹബ് മരണപ്പെടുകയും ചെയ്തു. ചില റിവായത്തിൽ തഫ്സീറിൽ വരുന്നുണ്ട്, അബൂലഹബ് കിടന്ന് മരിച്ചു. 3 ദിവസം അവന്റെ ജനാസ ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നു. അത് അത്ര നിന്ദ്യമാക്കി. ജനങ്ങൾ അവരെ കുടുംബക്കാരെ മക്കളെയും ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴാണ് 2 ജോലിക്കാരെ വിളിച്ച്, അതും കുടുംബക്കാരല്ല, 2 ജോലിക്കാരെ പുറത്തുനിന്ന് വിളിച്ച് അവരെ കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കി ഒരു മരത്തിൽ വെച്ച് കെട്ടി ദൂരെ നിന്നും ആ കുഴിയിലേക്ക് അബൂലഹബിന്റെ ജനാസ വലിച്ചെറിയുകയും ദൂരെ നിന്ന് തന്നെ കല്ലും മണ്ണും ഇട്ട് അബൂലഹബിനെ മൂടുകയും ചെയ്തു. വളരെ നിന്ദ്യമാക്കി അള്ളാഹു തആല ദുന്യാവിനെ യാത്രയാക്കി. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അവന്റെ സമ്പത്തോ അവന്റെ സന്താനങ്ങളോ അവന് യാതൊരു ഉപകാരപ്പെട്ടില്ല. നിന്ദ്യമായി ലോകത്ത് യാത്രയാവുകയുണ്ട്. അതേപോലെ ഉമ്മു ജമീലിന്റെ അന്ത്യവും വളരെ മോശമായിരുന്നു. ചില റിവായത്തിൽ വരുന്നുണ്ട്, ഉമ്മു ജമീല് വിറകിട്ട് ചുമന്നുകൊണ്ടുവരുന്നതിനിടയിൽ ആ മുള്ള തലയെ തറക്കുകയും അത് പഴുക്കുകയും ആ അവസ്ഥയിൽ മരണപ്പെടുകയും ചെയ്തു. ചില റിവായത്തിൽ വരുന്നു, കയറ് കഴുത്തിൽ കുരുക്കി തൂങ്ങി ആണ് ഉമ്മു ജമീൽ മരണപ്പെട്ടതെന്നും റിവായത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ദുന്യാവിൽ 2 പേരും നിന്ദ്യമായ യാത്രയായി. കാരണം എന്താണ്? ദീനിനെ കുറിച്ച്, സത്യത്തെക്കുറിച്ച്, ദീനെക്കുറിച്ച് ഹക്കാണെന്ന് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും പരസ്യമായി അതിനെ നിഷേധിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. 2 ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ മോശമായ കടുത്ത വാക്കുകൾ പറഞ്ഞു. നബി തങ്ങൾക്കെതിരെ മോശമായ വാക്കുകൾ പറഞ്ഞു. അള്ളാഹിനെ സംബന്ധിച്ച് ഏറ്റവും അസഹ്യമായ, അള്ളാഹു സഹിക്കാത്ത കാര്യമാണ് ഹബീബായ തങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുക എന്നത്. ആരെല്ലാം അത് പറഞ്ഞിട്ടുണ്ടോ അവർ ദുന്യാവിൽ നിന്ന് വളരെ നിന്ദ്യമായിട്ടാണ് യാത്രയായത്. അപ്പൊ അബൂലഹബിന്റെ ഈ ചരിത്രത്തിൽ കൂടി നമുക്കുള്ള വലിയ പാഠം അതാണ്. ഒന്ന്, ആ സത്യത്തെ, ഹക്കിനെ അറിഞ്ഞിട്ടും അതിനെ പുച്ഛമായി നിസ്സാരമായി തള്ളുക. 2, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുക, പുച്ഛിക്കുക എന്നുള്ളത് അത് വലിയ തിന്മയാണ്. അതിന്റെ അനന്തരഫലം, അതിന്റെ അവസാനം, അന്ത്യം വളരെ മോശമായിരിക്കും. മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂറത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലതയാണ്. തങ്ങൾ ഇത്രമാത്രം ഉപദ്രവിച്ച കുടുംബം, പക്ഷെ തങ്ങളുടെ ഹൃദയത്തിന്റെ കാരുണ്യവും തങ്ങളുടെ ഹിദായത്തിന്റെ കൊതിയും എത്രയായിരുന്നു. മക്ക ഫതഹായ സമയത്ത് നബിതങ്ങൾ മക്കയിൽ വന്നപ്പോൾ തന്റെ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബിതങ്ങൾ ചോദിച്ചു, അബ്ബാസ്, അബൂലഹബിന്റെ മക്കൾ എവിടെയാണ്? അവരെ വിളിച്ചു കൊണ്ടുവരിൻ. നമ്മൾ ഉപദ്രവിച്ചവരാണ്, നമുക്ക് വലിയ തടസ്സുന്നവരാണ്, പക്ഷേ അവരെ വിളിച്ചു കൊണ്ടുവരിൻ. കൊണ്ടുവന്ന് അബ്ബാസ് റളിയല്ലാഹു തആല അന്വേഷിച്ച് നടന്നു ഒരു പകല് മുഴുവൻ. അങ്ങനെ മകനെ കണ്ടുമുട്ടി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു കൊണ്ടുവന്നു. തങ്ങൾ സ്നേഹം കാണിച്ചു, തങ്ങൾ ദഅവത്ത് ചെയ്തു. ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. തങ്ങൾ ദഅവത്തിലൂടെ ഇത്രമാത്രം തങ്ങൾ ഉപദ്രവിച്ച അബൂലഹബിന്റെയും ഉമ്മു ജമീലിന്റെ മക്കൾപ്പെട്ട ഒരു മകൻ നബിതങ്ങളുടെ ദഅവത്തിലൂടെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു തആല അതും നബിതങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലതയാണ്. സൂറത്തുൽ ലഹബിന്റെ ചുരുങ്ങിയ തഫ്സീറാണ്. പക്ഷെ ഒന്നുകൂടി ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി അർത്ഥവും അതിന്റെ ആശയമെല്ലാം ചിന്തിച്ചോളൂ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഉറക്കെ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഓണാക്കാതെ ഒന്ന് പാരായണം ചെയ്തു. ബിസ്മില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد തബ്ബത്ത് നശിക്കട്ടെ യദാ രണ്ട് കൈകളും അബി ലഹബിൻ അബൂലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ വതബ് അവനും നശിക്കട്ടെ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് മാ അഗ്ന ഉപകാരപ്പെട്ടില്ല മാ അഗ്ന അൻഹു അവൻ ഉപകാരപ്പെട്ടില്ല മാലുഹു അവന്റെ സമ്പത്ത് വമാ കസബ് അവൻ സമ്പാദിച്ച വസ്തുക്കളും അഥവാ അവന്റെ മക്കളും സയസ്ല അവൻ അടുത്ത് തന്നെ പ്രവേശിക്കുന്നതാണ് നാറൻ നരകത്തിൽ തീയിൽ പ്രവേശിക്കുന്നതാണ് എങ്ങനെയുള്ള തീയാണ് ലഹബ് ആളിക്കത്തുന്ന വലിയ തീ ജ്വാലയുള്ള നരകത്തിൽ പ്രവേശിക്കുന്നതാണ് വംറഅതുഹു അവന്റെ ഭാര്യയും പ്രവേശിക്കുന്നതാണ് അവൾ എങ്ങനെയുള്ളവളാണ് ഹമ്മാലത്തുൽ ഹതബ് വിറകുകൾ ചുമക്കുന്നവളാണ് ഫീ ജീദിഹ അവളുടെ കഴുത്തിലുണ്ട് ഹബലുൻ ഒരു കയറുണ്ട് മിൻ മസദ് നന്നായി പിരിച്ച ഒരു കയറും അവളുടെ കഴുത്തിലുണ്ട്. ഇതാണ് വിശുദ്ധമായ സൂറത്തുൽ ലഹബിന്റെ അതിന്റെ തർജ്ജമയും അതിന്റെ ചുരുങ്ങിയ തഫ്സീറും. ഇനി നമുക്ക് ഇൻഷാല്ലാ ഒരു ഹദീസ് കൂടി, സമയം 7 മണിയായി, ഒരു ഹദീസ് കൂടി ഇൻഷാ നോക്കാം. عن أبي سعيد رضي الله تعالى عنه أنه سمع النبي صلى الله عليه وسلم يقول لا تصاحب إلا مؤمنا ولا يأكل طعامك إلا تقي رواه الترمذي وأبو داود. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഞാൻ കേട്ടു, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, മുഅ്മിനോടല്ലാതെ നീ കൂടി നടക്കരുത്, മുഅ്മിനോടല്ലാതെ നീ സഹവസിക്കരുത്, മുഅ്മിനോടല്ലാതെ നീ മുത്തഖിയല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. ഈ ഹദീസ് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ കിതാബിൽ റിവായത്ത് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. النبي سعيد رضي الله تعالى عنه أنه سمع النبي صلى الله عليه وسلم يقول لا تصاحب إلا مؤمنا, നീ മുഅ്മിനോടല്ലാതെ സഹവസിക്കരുത്, നീ മുഅ്മിനോടല്ലാതെ നീ കൂട്ടുകൂടരുത്, വലാ യഅകുൽ തആമക ഇല്ലാ തഖിയുൻ, നിന്റെ ഭക്ഷണം മുത്തഖിയല്ലാതെ കഴിക്കരുത്. ഈ ഹദീസിൽ കൂടി പ്രധാനമായി നൽകുന്ന ഒന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലം നാം ആരോടാണ് കൂട്ടുകൂടേണ്ടത് എന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കാം. ഒരു മുഅ്മിൻ ആരോടെങ്കിലും കൂട്ടുകൂടാൻ പാടില്ല. കൂട്ടുകൂടുന്നതിനും ഇസ്ലാം ചില മാനദണ്ഡങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, നിങ്ങൾ പറയുന്ന അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി തന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഫൽനൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ ആരോടാണ് കൂട്ടുകൂടുന്നതിന്, നിങ്ങൾ ചങ്ങാത്തം കൂടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നോക്കണം നിങ്ങൾ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന്. കൂട്ടുകൂടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ സഹവസിക്കാൻ, നിങ്ങൾ കൂട്ടുകൂടാൻ. ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു നല്ല ദീനിയായ ഈമാനുള്ള ഒരു സ്നേഹിതൻ എന്നുള്ളത് ഈമാന് ശേഷം ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നിഅമത്താണ്. ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നിഅമത്താണ് ഒരു മുഅ്മിന ദീനിയായ ഒരു നല്ലൊരു കൂട്ടുകാരൻ ലഭിക്കുക എന്നുള്ളത്. ഈമാൻ ശേഷം ലഭിക്കുന്ന ഏറ്റവും നിഅമത്താണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ഒരു നല്ല സ്നേഹിതനെ, ദീനിയായ സ്നേഹിതൻ ലഭിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്തി കളയരുത്, അതിനെ നീ മുറുകെ പിടിച്ചുകൊള്ളണം. ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് ഉപദേശിക്കുമായിരുന്നു, മോനെ, നല്ല കൂട്ടുകാരനെ കിട്ടിയാൽ നീ അവന് മുറുകെ പിടിക്കണം. അവന്റെ ഉപമ പഴം നൽകുന്ന, ബലം നൽകുന്ന ഒരു വൃക്ഷത്തെ പോലെയാണ്. ഒരിക്കലും ഉപദ്രവം ഉണ്ടാവുകയില്ല. ഒന്നെങ്കിൽ ആ വൃക്ഷം നിങ്ങൾക്ക് തണൽ ലഭിക്കും, അല്ലെങ്കിൽ പഴം ലഭിക്കും. ഇതുപോലെ ഉപകാരമേ ഉണ്ടാവുകയുള്ളൂ. നല്ല കൂട്ടുകാരൻ ഒരിക്കലും ഉപദ്രവം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, നല്ല കൂട്ടുകാരൻ എന്നുള്ളത് സ്വന്തം നഫ്സിനേക്കാൾ നിനക്ക് ഖൈറായതാണ്. കാരണം നഫ്സ് നിന്നോട് തിന്മ പ്രേരിപ്പിക്കും. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, തിന്മ ചെയ്യാൻ നഫ്സ് പ്രേരിപ്പിക്കും. പക്ഷേ നല്ല കൂട്ടുകാരൻ നിന്നോട് നന്മയെ പ്രേരിപ്പിക്കുകയുള്ളൂ, എപ്പോഴും നന്മയായ കാര്യങ്ങൾ പറയുകയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നു, 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ലഭിക്കുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. 3 കാര്യങ്ങൾ അത് മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്, ജീവിതത്തിൽ ദീനുണ്ട് എന്നതിന്റെ അടയാളമാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരു ഇൽമുള്ള ദീനുള്ള ആളുമായി സഹവസിക്കുക എന്നുള്ളത് അവനിൽ ദീനുണ്ട് എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അത് നമുക്ക് വലിയ പ്രയോജനം ചെയ്യും. ദുനിയാവിലും പ്രയോജനം ചെയ്യും, ആഖിറത്തിലും പ്രയോജനം ചെയ്യും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫമാ ലനാ മിനശ് ശാഫിഈൻ വലാ സദീഖിൻ ഹമീം, നാളെ ആഖിറത്തിൽ ചെന്ന് കഴിയുമ്പോൾ മുഅ്മിനീങ്ങളായ കൂട്ടുകാർ പരസ്പരം സംസാരിക്കും, നമ്മുടെ ഇന്ന കൂട്ടുകാരനെ കാണുന്നില്ലല്ലോ, നമ്മുടെ കൂട്ടത്തിൽ ദുനിയാവിൽ ഉണ്ടായിരുന്ന ഇന്ന കൂട്ടുകാരനെ കാണുന്നില്ലല്ലോ.
അങ്ങനെ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യും ആ വ്യക്തിക്ക് വേണ്ടി. അള്ളാഹു, ഞങ്ങളുടെ ഇന്ന കൂട്ടുകാരൻ, അവൻ ഞങ്ങളുടെ കൂട്ടത്തിലില്ല, ദുന്യാവിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇന്ന് അവൻ ഞങ്ങളുടെ കൂട്ടത്തിലില്ല, നരകത്തിലാണ്, അതുകൊണ്ട് അവന് വേണ്ടി ഞങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്നു, അവന്റെ വിഷയത്തിൽ ഞങ്ങളുടെ ഷഫാഅത്ത് സ്വീകരിക്കണം. ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുത്തആല അവർക്ക് അനുമതി നൽകും. അങ്ങനെ അവരുടെ ഷഫാഅത്തിലൂടെ നരകത്തിൽ കിടക്കുന്ന അവരുടെ കൂട്ടുകാരനെ മോചിപ്പിക്കപ്പെടും. അത് ആ സമയത്ത് നല്ല കൂട്ടുകാർ ഇല്ലാത്ത ആളുകൾ നരകത്തിൽ കിടന്ന് ഇത് കാണുമ്പോൾ പറയും, നമ്മൾ എത്ര നഷ്ടവാളികളാണ്. ഫമാ ലനാ മിന ശാഫിഈൻ വലാ സദീഖിൻ ഹമീം. നമുക്കും ദുന്യാവിൽ നല്ല ദീനിയായ ഈമാനുള്ള കൂട്ടുകാർ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കും ഇന്ന് നരകത്തിൽ ആ ബന്ധം പ്രയോജനം ചെയ്യുമായിരുന്നല്ലോ, ആരെങ്കിലും നമ്മളെ ശഫാഅത്ത് ചെയ്യുമായിരുന്നല്ലോ എന്ന് ഈ സമയത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ഇസ്തക്സിറു മിനൽ അസ്തിഖാഇൽ മുഅ്മിനീൻ ഫഇന്ന ലഹും ശഫാഅത്തുൻ യൗമൽ ഖിയാമ. നിങ്ങൾ മുഅ്മിനീങ്ങളായ നല്ല കൂട്ടുകാരെ നിങ്ങൾ ധാരാളമായി ഉണ്ടാക്കുക, അങ്ങനെയുള്ള കൂട്ടുകാരുമായി വർദ്ധിപ്പിക്കുക, ധാരാളമായി ഉണ്ടാക്കുക. കാരണം ഫഇന്ന ലഹും ശഫാഅത്തുൻ യൗമൽ ഖിയാമ, കാരണം അവർക്ക് നല്ല കൂട്ടുകാർ നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ അവർക്ക് ഷഫാഅത്ത് ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ എന്തെങ്കിലും പിഴവ് കാരണം നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ഷഫാഅത്തിലൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതുകൊണ്ട് നല്ല കൂട്ടുകാരുമായുള്ള നല്ല ബന്ധം നമുക്ക് ധാരാളമായി ഉണ്ടാകണം. ഒരാൾ നല്ല കൂട്ടുകാരൻ എന്നതിന്റെ അടയാളം എന്താണ്? ഹദീസ് എഴുതുന്നുണ്ട്, നബി തങ്ങൾ സഹാബാവ് ചോദിച്ചു, അയ്യു ജുലസാഇന ഖൈർ, അയ്യു ജുലസാഇന ഖൈർ, ഞങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്, ആരുമായിട്ട് സഹവസിക്കേണ്ടത്, ആരെ കൂട്ടത്തിൽ ഞങ്ങൾ ഇരിക്കേണ്ടത്? ഞങ്ങൾ പറഞ്ഞു, ആരെ കാണുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുമോ? 3 കാര്യങ്ങൾ പറഞ്ഞു. ആരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുമോ? ആരുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇൽമിൽ വർധനയുണ്ടാകുമോ? ആരുടെ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്ക് ആഖിറം ഓർമ്മ വരുമോ? അങ്ങനെയുള്ളവരെ നിങ്ങളുടെ കൂട്ടുകാരാക്കി. 3 കാര്യങ്ങളാണ് ഒരാളെ കൂട്ടുകൂടാൻ വേണ്ടി മാനദണ്ഡമാക്കാൻ നബി തങ്ങൾ പറഞ്ഞത്. ആരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുമോ? ആരുടെ സംസാരം കേൾക്കുമ്പോൾ ഇൽമിൽ വർധനയുണ്ടാകുമോ? ഓർമ്മ വരുമോ? കൂട്ടുകാരാക്കി. അതുകൊണ്ട് നമ്മുടെ ബന്ധത്തിന്റെ കൂട്ടുകെട്ടിന്റെ മാനദണ്ഡം അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം. മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ്, ആരല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു അവർക്ക് അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുന്നതാണ്, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്നതാണ്. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ ദുന്യാവിലും പ്രയോജനമാണ്, ആഖിറത്തിലും പ്രയോജനമാണ്. മോശമായ ബന്ധങ്ങൾ, മോശമായ കൂട്ടുകെട്ട് ദുന്യാവിലും നഷ്ടമാണ്, ആഖിറത്തിൽ നഷ്ടമാണ്. അബൂ താലിബിന്റെ അന്ത്യം മോശമാകാനുള്ള ഒരു കാരണം, കെലിമ ചെല്ലാൻ സാധിക്കാത്തൊരു കാരണം അവന്റെ കൂട്ടുകാർ മോശമായിരുന്നുള്ളതാണ്. കാരണം നബിതങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു, നബിതങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്തു, അവൻ നബിതങ്ങളുടെ ഹിദായത്തിനെ വളരെ കൂടുതൽ ആഗ്രഹിച്ചു. ചെവിയിലൊന്ന് കിലിം പറഞ്ഞാൽ മതി എന്ന് അവസാന സമയത്ത് പറഞ്ഞു. പക്ഷേ അവന്റെ കൂടെ ഇരുന്ന അബൂജഹലും കൂട്ടരും സമ്മതിച്ചില്ല. അതുകൊണ്ട് അബൂ താലിബിനെ നബിതങ്ങളെ പറഞ്ഞതനുസരിച്ച് കെലിമ ചെല്ലാൻ സാധിച്ചില്ല. മോശമായ കൂട്ടുകാർ കാരണം അവന്റെ ആഖിർ നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, മരണസമയം മനുഷ്യന്റെ അടുക്കൽ ശൈത്താൻ വരും, പല കോലത്തിൽ വരും. അതിൽ പ്രധാനമായും മരണസമയത്ത് ശൈത്താൻ വരുന്നത് അവന്റെ കൂട്ടുകാരുടെ കോലത്തിലായിരിക്കും. കൂട്ടുകാർ മോശമാണെങ്കിൽ ആ മോശമായ കൂട്ടുകാരെ കോലത്തിലായിരിക്കും പിശാച് മരണസമയത്ത് വരുന്നത്. അപ്പൊ ദുന്യാവിലും നഷ്ടമാണ്, മരണസമയത്ത് നഷ്ടമാണ്. ആഖിറത്തിൽ ആത്മമിത്രങ്ങൾ നാളെ ആഖിറ പരസ്പരം ശത്രുക്കളായി തീരും, പരസ്പരം പരിചാഴി രക്ഷപ്പെടാൻ നോക്കും. അല്ലാഹു തആല പറയുന്നുണ്ട്, അവൻ നാളെ അക്രമികൾ അവരെ കൈകളെ 2 കൈകളെ കടിച്ചു തീർക്കും. എന്നിട്ട് അവർ പറയുന്ന വാക്കിതാണ്, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നയാളെ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പൊ ദുന്യാവിൽ മോശമായ കൂട്ടുകാർ കാരണമായി ദുന്യാവ് നഷ്ടപ്പെടും, ആഖിറത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് സഹവാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും സഹവസിക്കാൻ പാടില്ല. ഒരു ഇരുമ്പ് അത് കുറെ ദിവസം വെള്ളത്തിൽ കിടന്നാൽ ആ വെള്ളത്തിന്റെ സഹവാസം കൊണ്ട്, മൃദുലത എന്ന സുബത്ത് കൊണ്ട് ആ കട്ടിയുള്ള ഇരുമ്പും പതിയെ തുരുമ്പ് പിടിച്ച് അതിന്റെ കട്ടിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഏത് വസ്തുവുമായി സഹവസിക്കുന്നോ അതിലൂടെ അതിന്റെ സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ടാണ് ഹദീസിൽ പുരുഷന്മാർ സ്ത്രീകളെ വസ്ത്രം ധരിക്കാൻ പാടില്ല, സ്ത്രീകൾ പുരുഷന്മാരെ വസ്ത്രം ധരിക്കാൻ പാടില്ല, നമ്മുടെ കുട്ടികളെ അതിന് ധരിപ്പിക്കാൻ പാടില്ല എന്നല്ല പറയാൻ കാരണം, ആ വസ്ത്രധാരണത്തിലൂടെ സ്ത്രീക്ക് പുരുഷന്റെ സ്വഭാവം ഉണ്ടാകും, പുരുഷന് സ്ത്രീയുടെ സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് നബി തങ്ങൾ തടയുകയുണ്ടായി. അതുകൊണ്ട് ഈ ഹദീസിൽ കൂടി നബി തങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നീ മുഅ്മിനോടല്ലാതെ നീ സഹവസിക്കരുത്, നിന്റെ ബന്ധവുമെല്ലാം മുഅ്മിനോടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹദീസിന്റെ ഷറഹിൽ അതുപോലെ മഹാന്മാർ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരാൾ കൂട്ടുകൂടുമ്പോൾ അവൻ 5 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ബുദ്ധിയുള്ളവനായിരിക്കണം, ബുദ്ധിയുള്ളവനുമായിട്ട് കൂട്ടുകൂടണം, ബുദ്ധിയുള്ളവരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. രണ്ടാമത്തേത് നല്ല സ്വഭാവമുള്ള ആളുമായിട്ട് കൂട്ടുകൂടണം. മൂന്നാമത്തേത് അവൻ നടപടി പാപം ചെയ്യുന്ന ആളാകരുത്, തിന്മ ചെയ്യുന്ന ആളുമായി കൂട്ടുകൂടാൻ പാടില്ല. നാലാമത്തേത് വിദേഹത്തുകാരനുമായി, അനാചാരി, ദീനില്ലാത്ത പുത്തൻ കാര്യങ്ങളിൽ ശീലമുള്ള ആളുമായി കൂട്ടുകൂടാൻ പാടില്ല. അഞ്ചാമത്തേത് ഭൗതിക സമ്പാദ്യങ്ങളിൽ അത്യാഗ്രഹമുള്ള, ദുന്യാവിന്റെ ചിന്ത മാത്രമുള്ള ആളുമായി കൂട്ടുകൂടാൻ പാടില്ല.
എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. ഇമാം ബാഖിർ റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ പിതാവ് സൈനുൽ ആബിദീൻ റഹിമഹുല്ല, നബിതങ്ങളുടെ കുടുംബം സൈനുൽ ആബിദീൻ റഹിമഹുല്ല പറഞ്ഞതായിട്ട് റിവായത്ത് ചെയ്യുന്നു, പറയുന്നു. അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തോട് ഉപദേശിച്ചു, മോനെ, 5 നിലയിൽ ആളുമായി നീ ഒരു നിലക്കും കൂട്ടുകൂടാൻ പാടില്ല. ഇനി നീ വഴിമധ്യ അവരെ കാണുകയാണെങ്കിൽ കൂട്ടത്തിൽ നടക്കുക പോലും ചെയ്യാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി. എന്റെ വാപ്പനോട് പറഞ്ഞു, 5 ആളുകളുമായി നീ കൂട്ടുകൂടാൻ പാടില്ല, അവരെ കൂടെ ഇരിക്കാൻ പാടില്ല, വഴിമധ്യ അവരെ കണ്ടാൽ അവരെ കൂടെ നടക്കാൻ പോലും പാടില്ല എന്ന് പറയുന്നു. അതിലൊന്ന്, നടപടിക്കാരന്റെ കൂടെ ഒരിക്കലും സഹവാസം കൂട്ടുപാടില്ല. 2, ലുബ്ധന്റെ പിശുക്കന്റെ കൂടെ സഹവസിക്കരുത്. 3, കളവ് പറയുന്നവരെ കൂടെ നീ കൂട്ടുകൂടരുത്. 4, മൂഢന്മാരുടെ കൂടെ നീ കൂട്ടുകൂടരുത്. 5, ബന്ധുത്വം മുറിക്കുന്ന ആളുമായി നീ സഹവസിക്കരുത്. കാരണം പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് ബന്ധം മുറിക്കുന്നവരെ, കുടുംബബന്ധം മുറിക്കുന്നവരെ അള്ളാഹു ശപിച്ച ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് തന്റെ വാപ്പ പറയുമായിരുന്നു ഇത് പറയുന്നു. അപ്പൊ ഈ ഹദീസിൽ വളരെ ഗൗരവത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, മുഅ്മിനോടല്ലാതെ കൂട്ടുകൂടാൻ പാടില്ല. വലാ യഅകുൽ തആമക ഇല്ലാ തഖിയുൻ, നിന്റെ ഭക്ഷണം മുത്തഖിയല്ലാതെ കഴിക്കാൻ പാടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിശാലമായി പറയേണ്ട ഒരു കാര്യമാണ്. മുത്തഖിയല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്ന്. ആ വിഷയങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട. കാരണം വേശ്യയായ ഒരു സ്ത്രീ ദാഹിച്ച് വെട്ടിക്ക് വെള്ളം കൊടുത്ത സംഭവം നമുക്കറിയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് സൽക്കാരമാണ്. സൽക്കാരത്തിൽ നമ്മൾ സൽക്കരിക്കേണ്ടത് പ്രധാനമായും ദീനുള്ളവരെയാണ്. കാരണം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ദീനുള്ളവരെ ഭക്ഷണം കഴിപ്പിച്ചാൽ ആ മനുഷ്യൻ ചെയ്യുന്ന നന്മകളുടെ പങ്ക്, അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം അത് കഴിക്കേണ്ടത് അത് മുത്തഖിയായിരിക്കണം. നബി സഈദ് റളിയല്ലാഹു തആല അൻഹു അന്നഹു സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന വലാ യഅകുൽ തആമക ഇല്ലാ തഖിയ്യുൻ റവാഹു തിർമിദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മുഅ്മിനോടല്ലാതെ നീ കൂട്ടുകൂടരുത്, മുത്തഖിയല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. ഈ ഹദീസ് അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ പറയുന്ന ക്ലാസ്സിൽ നോട്ട്സ് ഇൻഷാ അല്ലാഹ് ഇടുന്നുണ്ട്. ആ നോട്ട്സ് ഇൻഷാ അല്ലാഹ് നോട്ട് ചെയ്യും. നോട്ട്സ് വളരെ ചുരുക്കിയാണ് ഇടുന്നത്, എങ്കിലും ഇൻഷാ അല്ലാഹ് ക്ലാസ് വീണ്ടും കേട്ട കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലും മക്കളോട് ഇൻഷാ അല്ലാഹ് അത് മുദാക്കറ ചെയ്യും. അല്ലാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله تعالى وبركاته.